السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയമുള്ള ശ്രോതാക്കളെ, ഒന്ന് രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയമാണ് പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ശിഹാബ് തങ്ങളുടെ പേരമകളായ ഫാത്തിമ ബീവി അഥവാ മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യത്തിന് വളരെ പ്രാമാണികമായ രൂപത്തിൽ ആ പെൺകുട്ടി മറുപടി നൽകുകയും അത് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നതോടുകൂടി മുസ്ലിയാക്കന്മാർ വിറളി പൂണ്ട് രംഗത്ത് വരികയും അങ്ങനെ പിതാവ് മുനവർ അലി ശിഹാബ് തങ്ങളെ കൊണ്ട് അതിന് ഒരു വിയോജന കുറിപ്പ് ഉടനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യിപ്പിച്ചു. സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴുബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു, പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു. പെണ്ണുങ്ങൾക്ക് എന്താ പള്ളിയിൽ പോയിക്കൂടെ? ഹോർത്തോസ് പരിപാടിക്കിടെ ഒരാളുടെ ചോദ്യത്തിന് മറുപടി നൽകി മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ പറഞ്ഞത് ചർച്ചയാവുകയാണ്. ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ചട്ടം മാറണമെന്ന മകളുടെ അഭിപ്രായം തിരുത്തി പാണക്കാട് മുനവർ അലി തങ്ങൾ. അങ്ങനത്തെ ഒരു പ്രസ്താവന അതൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അത് ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യം. നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. ഇത് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ്. ഹോർത്തോസ് പരിപാടിയിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. എന്നാൽ മകൾ പറഞ്ഞതിനോട് മറുപടിയുമായി തങ്ങൾ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് വീണ്ടും ചർച്ചയാവുന്നത്. അതായത് മകൾ പറഞ്ഞത് വിവരക്കേട്. മതപരമായ വിഷയങ്ങൾ പെട്ടെന്നുണ്ടായ ചോദ്യത്തിന് 16കാരിയായ എൻ്റെ മകൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം വിശ്വാസരീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ല എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ ചാനലുകളിലും യൂട്യൂബുകളിലെ പല യൂട്യൂബ് ബ്ലോഗർമാരും മറ്റു ചാനലുകളുമെല്ലാം ഇപ്പോൾ ആ ചർച്ചയിൽ പങ്കുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കൂല എന്നൊരു പഴമൊഴിയുണ്ട്. എന്തായാലും ആ പഴമൊഴി ഞാനിവിടെ പറയാനൊരു കാരണമുണ്ട്. മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഒരു തിരുത്ത് അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ നർഗീസ് മനോരമ ചാനലിൽ പറഞ്ഞ മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ കാര്യം അത് ശരിയല്ല, കുട്ടിക്ക് വിവരമില്ലാതെ പറഞ്ഞതാണ്, 16 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടി പറഞ്ഞ കാര്യം തിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം FB ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയത്. ആ കുറിപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ പഴമൊഴി ഇവിടെ പറയാനുണ്ടായ ഒരു കാരണം. ഏതായാലും ഇവിടെ മുനവർ അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല ഒരു അടുപ്പമാണ്.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹവുമായി ഒരു വാഹനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തേക്കാണെങ്കിൽ പോലും നല്ല അടുപ്പം സ്ഥാപിച്ചിരുന്നു. മാന്യമായി പെരുമാറുന്ന, സൗമ്യമായി സംസാരിക്കുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നല്ലൊരു മനുഷ്യൻ. പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹം സംസാരിക്കാറില്ല. ഇവിടെ അന്തരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അതേ ഒരു മുഖഭാവമാണ് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക്. എന്തായാലും ഇവിടെ മുനവർ അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. ആ സ്ക്രീൻഷോട്ട് കൂടെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മതപണ്ഡിതന്മാരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ചില കോണുകളിൽ നിന്നൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 16 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ, ആ കുട്ടി പറഞ്ഞതൊക്കെ ഇത്ര ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ? ആ കുട്ടിക്ക് എന്തറിയാം? ഇവിടെ ചില കല്യാണ വീടുകളിലൊക്കെ പോയാൽ, പേര് കേട്ട ചില പണ്ഡിതന്മാരുടെ കല്യാണ വീടുകളിൽ പോയാൽ, അവരുടെ വീടുകളിലൊക്കെ നടക്കുന്ന ആഘോഷ പരിപാടികളിലൊക്കെ പോയാൽ അവിടെ ആളുകൾ വസ്ത്രം ധരിക്കുന്നത് പോലും എങ്ങനെയാണ് എന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ കുട്ടി മാന്യമായി വസ്ത്രമെങ്കിലും ധരിച്ചിട്ടില്ലേ എന്നാണ് ഒരു മതപണ്ഡിതൻ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇങ്ങോട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അത്തരത്തിൽ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്, മറ്റു ചില അഭിപ്രായങ്ങൾ പങ്കുവെച്ച ആളുകളുണ്ട്. എന്തായാലും ഇവിടെ ഒരു മതപണ്ഡിതൻ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ സ്ക്രീൻഷോട്ടിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാണ് എനിക്ക് അയച്ചു തന്നത്. ഞാൻ ആ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിച്ചു. FBയിൽ ആരാണ് ആ കുറിപ്പ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അതൊന്ന് പരിശോധിച്ചു. യഥാർത്ഥത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അത്തരത്തിലൊരു വ്യക്തിയെ. സയ്യിദ് അദ്ഹൽ എന്ന് പറയുന്ന ഒരു ഐഡിയാണ്, ഒരു പ്രൊഫൈലാണ്. അങ്ങനെ ഒരു സംഭവം എനിക്ക് FBയിൽ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായി നിൽക്കുന്ന സമയത്ത്, ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പുറത്തു വരുന്ന ഈ സ്ക്രീൻഷോട്ട് അത് സത്യം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ മുനവർ അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർ അവരേത് ആളുകളെ വേണമെങ്കിലും അംഗീകരിച്ചോട്ടെ, ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ, അതിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയാൻ തയ്യാറാകണം. ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മറ്റുള്ള ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് പോകരുത്. അത് ശരിയല്ല. എന്നതുകൊണ്ടാണ് ഞാനിവിടെ ഈ കാര്യം അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചത്. എന്തായാലും ആ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സയ്യിദ് അദ്ഹൽ എന്ന് പറയുന്ന ഒരാളുടെ പ്രൊഫൈലിലാണ് ഈ കുറിപ്പ് വന്നത് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്തായാലും ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുജാഹിദ് സംസ്ഥാന ഭാരവാഹി അബ്ദുള്ള സക്കാഫ് എന്നവരുടെ മകളാണ് മുനവർ അലി തങ്ങളുടെ ഭാര്യ ഹനിയ ബീവി. ഇതേ ആളുടെ അനുജന്റെ മകൾ ഷബാന ബീവിയാണ് റഷീദ് അലി തങ്ങളുടെ ഭാര്യ. മുനവർ അലി തങ്ങളുടെ ഭാര്യ കൊയിലാണ്ടിക്കാരിയും കടുത്ത മുജാഹിദും സ്ഥിരമായി ജുമുഅക്ക് മുജാഹിദ് പള്ളിയിൽ പോകാറുമുണ്ട്. പിന്നെ ആ കുട്ടി ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല. ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനം ആണ് ഇതെങ്കിൽ 16 വയസ്സ് മാത്രമുള്ള മകളുടെ മതബോധ്യക്കുറവ് ആണെന്ന് പറഞ്ഞു. അപ്പോ ഇത്രയും നേതൃനിരയിലുള്ള പാണക്കാട് കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് മതബോധം നൽകുന്നതിൽ ഇത്രയും പിന്നിലാണോ അവരുടെ ഉപ്പമാർ? ചെറിയ പ്രായം മുതലേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ ചാനലുകളുടെ മുന്നിൽ വന്നിരിക്കേണ്ട ഗതികേട് ഉണ്ടാവുമായിരുന്നോ? പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ പത്രക്കാർ ഒരു ഫോട്ടോ ചോദിച്ച സമയത്ത് കൊടുക്കാതിരുന്ന വന്യരായ ആ ഉപ്പയുടെ മാതൃക പിൻപറ്റി ജീവിക്കേണ്ട ആളുകൾ തന്നെ സ്വന്തം പെൺമക്കളെ പൊതു ഇടങ്ങളിൽ കൊണ്ട് ഇടുന്നു എന്നുള്ളതാണ് ഈ കുറിപ്പ്. എന്തായാലും എനിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ അലി തങ്ങളോട് എല്ലാവിധ ബഹുമാനവുമുണ്ട്, സ്നേഹവുമുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട്, എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാനുള്ളത്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പഴമൊഴി, അത് ആളുകൾ ഇങ്ങനെ മുനവർ അലി തങ്ങളുടെ ഈ ഒരു FBയിലെ തിരുത്തുമായി ബന്ധപ്പെട്ട് ആ പഴമൊഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയിപ്പിക്കരുത്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങളുടെ ഭാര്യ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണോ? ആണെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയുക. നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ കൈമുത്തുന്ന, നിങ്ങളെ കൊണ്ട് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യിക്കുന്ന, നിങ്ങൾ ഊതിയ വെള്ളം കുടിക്കുന്ന, നിങ്ങളുടെ ഒരു വാക്ക് കേൾക്കാൻ കാത്തു നിൽക്കുന്ന, പാണക്കാട് മുറ്റത്ത് വന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് ആ പറയുന്നതാണ് ശരി, തങ്ങൾ പറഞ്ഞാൽ എല്ലാ കാര്യവും ശരിയാകും, ശരിയായി എന്ന് വിശ്വസിക്കുന്ന ആളുകളെ പറ്റിക്കരുത്. അത് മാത്രമാണ് എനിക്ക്
മുനവ്വർ അലിയുടെ മകൾ പറഞ്ഞതിന് കുറിപ്പ് നൽകിയ ഫേസ്ബുക്കിൽ സമസ്ത പുരോഹിതന്മാർക്ക് വേണ്ടി ഓശാന പാടിയ മുനവ്വർ അലി തങ്ങളോട് വിനയത്തോടും ബഹുമാനത്തോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും വാർഡ് തല ഇലക്ഷനും ഇനിയുള്ള മറ്റുള്ള ഇലക്ഷനിലൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഐക്യ സംഘടനകൾക്കുമൊക്കെ ഒരു കോട്ടം വരും, വോട്ട് ബാങ്ക് ചോർന്നു പോകും എന്ന പേടി കൊണ്ടല്ലേ തങ്ങളെ നിങ്ങൾ ഈ സത്യം മറച്ചു വെച്ചത്? നിങ്ങൾക്ക് അറിയില്ലേ ഇത് വളരെ വലിയ യാഥാർത്ഥ്യമാണെന്നുള്ളത്? അറിയാം. എൻ്റെ പിതാവ് ഡോക്ടർ പി കെ അബ്ദുറസാഖ് സുല്ലമി ഖുർആനിൻ്റെ ചരിത്രഭൂമികളിലൂടെ എന്നൊരു ഡോക്യുമെൻ്ററി ഇറക്കിയ വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ഡോക്ടർ കമാൽ പാഷയും എൻ്റെ പിതാവും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ശിഹാബ് തങ്ങൾ, ഈ ശിഹാബ് തങ്ങളെ വിദേശത്ത് വെച്ചുകൊണ്ട് ഈ ഖുർആൻ ചരിത്രഭൂമി എന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയുള്ള യാത്രക്കിടയിൽ എൻ്റെ പിതാവും കമാൽ പാഷയും ദുബായിൽ വെച്ചുകൊണ്ടാണ്, സൗദിയിൽ വെച്ചുകൊണ്ടാണെന്ന് അറിയില്ല, അവിടെ അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയി സംസാരിച്ച് സംരംഭങ്ങളൊക്കെ പറഞ്ഞതിനിടയിൽ ശിഹാബ് തങ്ങളോട് എൻ്റെ പിതാവ് ഡോക്ടർ പി കെ അബ്ദുറസാഖ് സുല്ലമി ചോദിച്ചു, തങ്ങളെ നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായം ഇന്ന് വിശ്വാസ മേഖലയിൽ വ്യതിചലിച്ച് ഷിർക്കിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് സഹായം തേടുകയും കെട്ടിപ്പൊക്കിയ കബറുകളിൽ പോവുകയും അവിടെ ആണ്ടും ഉറൂസും നേർച്ചകൾ നടത്തുന്നു, ആണും പെണ്ണും കൂടിയാടുന്നു, ആനകളും അമ്പാരികളും ചണ്ടമുട്ടും വാദ്യമേളങ്ങളും ഇങ്ങനെ തുടങ്ങി എത്രയെത്ര ഷിർക്കും ബിദ്അത്തുകളുമാണ് ഈ സമുദായം ചെയ്യുന്നത്. ഇത് വ്യക്തമായി തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെപ്പോലെയുള്ള ഒരു വലിയ പ്രഗത്ഭനായ വ്യക്തി, സ്വാധീനമുള്ള വ്യക്തി ഇതൊന്ന് തുറന്നു പറഞ്ഞാൽ എത്ര അനുയായികൾ അത് സ്വീകരിക്കും? താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പുഞ്ചിരി മാത്രമാണ് നൽകിയത്. അപ്പം ഇവർക്കൊക്കെ അറിയാം ഇതെല്ലാം ഈ ബിദഅത്ത് ജമാഅത്താണെന്നും ഖുറാഫാത്താണെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അബൂ താലിബിൻ്റെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നവരായി മാറുന്ന ഒരവസ്ഥ ഇവർക്കൊക്കെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ വിശ്വത്തിലുണ്ട് അങ്ങനത്തെ ചില ആൾക്കാർ, വിശ്വം ഗ്ലോബൽ അനിസ്ലാമിക് മിഷൻ എന്ന പ്രസ്ഥാനത്തിലുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂര്, കുഞ്ഞു മുഹമ്മദ് അലി പറപ്പൂര്, അതേപോലെ തന്നെയുള്ള കുറേ ആളുകൾക്ക് ഈ പിശാചുക്കളോട് ഹാദറും അയ്യും ഖാദറുമായാൽ ഭൗതികമായ സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന വിശ്വത്തിൻ്റെ ഈ പിഴച്ച വാദം പ്രമാണത്തിനെതിരാണ്, ഷിർക്കാണ് എന്ന് ഖുർആൻ പറഞ്ഞതിന് ഷിർക്കല്ല എന്ന് വാദിച്ചവരാണ് അവർ. അവരെ കൂടെ നിൽക്കുന്നവരുടെ പല ആളുകളും ഇതുപോലെയാണ്. ഇതൊക്കെ അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് അബൂ താലിബ് അവിടുത്തെ തറവാടികളെയും അവരുടെ പ്രസ്ഥാനത്തെയും അവരുടെ കുടുംബമഹിമയെയും ഭയപ്പെട്ടുകൊണ്ട് ഷഹാദത്ത് മൊഴിയാതെ മരിച്ചുപോയി. ഈ ഒരവസ്ഥ നിങ്ങൾക്കൊന്നും ഇല്ലാതിരിക്കട്ടെ, നമുക്കാർക്കും ഇല്ലാതിരിക്കട്ടെ, എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ അല്ലാഹു എന്ന് ആത്മാർത്ഥമായ ആമുഖത്തിൽ പറയാൻ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിപ്പിച്ച സമസ്ത പുരോഹിതന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആറമായ പുരുഷന്റെ കൂടെ പെണ്ണ് പള്ളിയിൽ പോകുന്ന വിഷയം, ലോകത്തുടനീളമുള്ള ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരം, മക്കയും മദീനയുമാകുന്ന ഇസ്ലാമിൻ്റെ ആത്മീയ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസ്, ഇവിടെ എല്ലാം സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും വരുന്നുണ്ട്. ഈ പകൽ വെളിച്ചം പോലെയുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയും അത് ഹറാമാണെന്ന ഫത്വ കൊടുക്കുകയും ചെയ്യുന്ന മുസ്ലിയാക്കന്മാരോട് ചോദിക്കാനുള്ളത്, മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകൾ അഭിമുഖത്തിൽ സംസാരിച്ചത് സ്ഫുടമായ ഇംഗ്ലീഷ് ഭാഷയാണ്. എന്താ ഇംഗ്ലീഷ് ഭാഷയോട് നിങ്ങൾക്കുണ്ടായിരുന്ന നിലപാട്? ഈ കേരളത്തിലെ പൗരോഹിത്യം ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് ആണ്ടായും അടിയന്തരമായും ഉറൂസായും നേർച്ചകളായും അതുപോലെ തന്നെ കെട്ടിപ്പൊക്കിയ ഖബറുകളിലേക്ക് സിയാറത്ത് ടൂർ കൊണ്ടുപോയി, അതുപോലെ തന്നെ ഉറുക്കും മേലസും മൈക്കല്ലും പിഞ്ഞാണത്തിലെഴുതലും ജിന്നടിച്ചറക്കലും ഈ പറഞ്ഞ തരത്തിലുള്ള ഖുറാഫാത്ത് ചികിത്സകളും ഒക്കെ നടത്തി ഉമ്മത്തിൻ്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് മലയാള ഭാഷ പോലും പഠിക്കൽ ഹറാമാണ്, ആരിനെയ്ത്താണ്, മദ്രസ പഠനത്തിലേക്ക് ഒരിക്കലും തന്നെ കുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ശറഇൽ മക്രൂഹാണ് എന്നൊക്കെ ഫത്വ പുറപ്പെടുവിച്ച പിന്തിരിപ്പൻ ഉലമാ സംഘടനയാണ് നിങ്ങൾ. ആ കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഇംഗ്ലീഷ് ഭാഷ നരകത്തിൻ്റെ ഭാഷയാണ് എന്നാണ്. നരകത്തിൻ്റെ ഭാഷയാണ്. ആ പറഞ്ഞ നിങ്ങളെ പുരോഹിതന്മാരുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട നിങ്ങളുടെ ഒരു കുട്ടിയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്.
എന്താ നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? നിങ്ങൾക്കിപ്പോൾ കാമ മുണ്ടാൻ പറ്റൂലല്ലോ. കാരണം നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് വരെ ഇപ്പം ഇംഗ്ലീഷിലാണ്. SSF, SKSSF അല്ലേ, APEK എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അത് പറയുമ്പോൾ ചില ആളുകൾ പറയും അത് അന്ന് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് ഞങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ബ്രിട്ടീഷുകാരോട് വിരോധമല്ലേ നിങ്ങൾക്ക്? അപ്പം പറയും അത് അന്നത്തെ പണ്ഡിതന്മാരെ തക്കവൻ്റെ ഊക്കുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ പണ്ഡിതന്മാർക്കൊക്കെ തക്കവ വീക്കാം. പാശ്ചാത്യൻ്റെ വേഷം ധരിച്ച് നല്ല ഷൂട്ടും കോട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടിയിട്ട് ആണല്ലോ ഈ തങ്ങന്മാരും അതേപോലെ തന്നെ ഈ സഖാഫിമാരും ഈ പൈസിമാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പല ആളുകളുമായി അഭിമുഖം നടത്തണമൊക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ നരകത്തിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നരകത്തിൻ്റെ ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് ആരോ ചോദിച്ചു എന്ത് ഈ നരകത്തിൻ്റെ ഭാഷയായ ഇംഗ്ലീഷ് ഭാഷ എന്തിനാണ് മുസ്ലിയാക്കന്മാരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൂടെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നരകത്തിലെത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചില ആൾക്കാർ ചോദിച്ചു. അതുപോലെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ നരകത്തിൻ്റെ ഭാഷയാണെന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആ വിരോധാഭാസത്തോടൊപ്പം മാത്രമല്ല ബ്രിട്ടീഷുകാരോടുള്ള വിരോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അത് പച്ച നുണയാണ്. ബ്രിട്ടീഷുകാരോട് നിങ്ങൾക്ക് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ അച്ചാരം വാങ്ങി ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ച് ബ്രിട്ടീഷുകാരുടെ ചിരിനക്കികളും കാൽനക്കികളുമായി ജീവിച്ചിരുന്ന പുരോഹിതന്മാരാണ് ആ കാലഘട്ടത്തിൽ മുസ്ലിയാക്കന്മാർ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ചരിത്രത്തെ മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ സമസ്ത എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തമായി കേട്ടോളൂ. ഈ സ്ഥാപക നേതാവായ വരക്കൽ മുല്ലക്കോയക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടായിരുന്ന അവിശുദ്ധ ബന്ധം അത് സമസ്തക്കാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഇതൊക്കെ പഴയ കാലത്തെ ഉദ്ധരണികളാണ്. ഇപ്പോൾ ഒന്നും ആരും വല്ലാതെ പുറത്തെടുക്കാറില്ല. ഇത് കേൾക്കുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ചിലപ്പോൾ ഒരു വയറ്റു നോക്കും മനംപേരറ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അവിടെയും ഇവിടെ പോയിട്ട് ഛർദ്ദിക്കണ്ട. നിങ്ങളെ പെരിയിൽ ഒരു വേസ്റ്റ് ബാസ്കറ്റ് വെച്ചിട്ട് അതിക്ക് ഛർദ്ദിച്ചോളി. വയറ്റു ബ്രിട്ടീഷുകാർ തങ്ങളെ ഭവ്യതയോടെ ആദരിച്ചു. ആര്? വരക്കൽ മുല്ലക്കോയ തങ്ങളെ. മലബാർ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും പുതിയങ്ങാടിയിൽ വന്നു. മലബാർ കളക്ട്രേറ്റ് കാനോലി സാഹിബിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മെയിൻ റോഡിൽ നിന്ന് തങ്ങളുടെ വീടിനരികിലൂടെ ബീച്ചിലേക്കൊരു റോഡ് നിർമ്മിച്ചു. കോയിൻ്റെ നിരത്ത് പിൽക്കാലത്ത് ഉന്നത വ്യക്തികൾക്ക് മാത്രം നൽകുന്ന സ്ഥാനപ്പേരായ ഖാൻ ബഹദൂർ പദവി തങ്ങൾക്ക് നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഇതറിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞുവെത്രേ, എനിക്ക് അതൊന്നും വേണ്ട, അത് വേണമെങ്കിൽ എൻ്റെ ഇമ്പാർക്കിന് കൊടുത്തോളൂ. ബ്രാക്കറ്റിൽ ഇമ്പാർക്ക് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഒരു സേവകൻ. മുല്ലക്കോയ തങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഒരു സായിപ്പാണ്. പകരം തങ്ങൾ മലയാളം അങ്ങോട്ടും പഠിപ്പിച്ചു. സത്യധാര മാസിക 1997 ഡിസംബർ. ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്ന സമസ്ത പുരോഹിതന്മാർ മാത്രമല്ല അവര് ഈ സമൂഹത്തിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ബ്രിട്ടീഷുകാരോടുള്ള ഇവരുടെ സ്നേഹം എത്രയാണെന്ന് കേട്ടോളൂ. ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞുതരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിരുന്ന സാധുക്കളായ കോൺഗ്രസ് കക്ഷിക്കാരായ ആളുകളെ, നേതാക്കന്മാരെ, അനുയായികളെ അതിൽ തടയലായിരുന്നു അന്നത്തെ പുരോഹിതന്മാരുടെ സ്വഭാവം. കേട്ടോളൂ. സാധുക്കളും നിരപരാധികളുമായ കേരള മുസ്ലിമീങ്ങളെ കോൺഗ്രസ് കക്ഷിക്കാർ അവരുടെ ഉദ്ദേശ നിർവഹണത്തിനായി ഖിലാഫത്ത് കമ്മിറ്റി എന്ന പേര് പരസ്യം ചെയ്ത് അവരുടെ മായാവലയത്തിൽ പെടുകയും അവിവേകികളും പാമരന്മാരുമായ മുസ്ലിമീങ്ങളെ മുമ്പിലേക്ക് തള്ളി കക്ഷി വഴക്കുകളും ബഹളവും ഉണ്ടാക്കി കേരളം മിക്കവാറും സ്ഥലങ്ങളിൽ വമ്പിച്ച ലഹള നടത്തിയതിൻ്റെ ഫലമായി എത്രയോ അനവധി മുസ്ലിം സഹോദരങ്ങൾ തോക്കിനിരയാവുകയും ജയിൽ ശിക്ഷയ്ക്ക് കാരണഭൂതമാവുകയും ചെയ്തുവല്ലോ. സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനത്തിലെ 12ാം പ്രമേയത്തിലെ പ്രസക്ത ഭാഗമാണിത്. ഒറ്റ ഖണ്ഡികയാണ്. മലയാളം ആര്യനെഴുത്താണ്, അത് കാഫിര്യങ്ങളെ ഭാഷയെ നമുക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ട്
നല്ല മലയാളത്തിൽ ഫയക്കം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ലോ ഈ തൻഫുരാനേ എന്ന് കിൻഡൽ കണക്കിനുള്ള ദ്വായും കിൻഡൽ കണക്കിനുള്ള ആമീനും പറഞ്ഞൊരു കൗമ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും മുസ്ലിയാക്കന്മാരെ. അപ്പോൾ മലയാള ഭാഷ ആരുടെ എഴുത്താണ്? ശുദ്ധ മലയാളത്തിൽ പയക്കം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ മനുഷ്യന്മാർ ഇപ്പോൾ സമസ്ത പ്രമേയത്തിൽ ഒറ്റ ഗണ്ണിക നിർത്താൻ കഴിയുന്നില്ല അവർക്ക്. അത് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ കോലത്തിലാണ് ഓരോ അവസ്ഥ. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് കക്ഷിക്കാർ ഈ മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇവർ പിന്നെ പറയുന്നത് കേട്ടോളൂ. ഇവരുടെ നിലപാടെന്താണ്? ഭരണകർത്താക്കളോട് എതിർക്കലും ബ്രിട്ടീഷുകാരോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും മതവിരുദ്ധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളതല്ലാത്തതുമാകുന്നു. അവതാരകൻ കെ മമ്മൂട്ടി സാഹിബ് ബഹദൂർ, ഏറനാട് താലൂക്ക് ബോർഡ് മെമ്പർ. അവതാരകർ പി കെ മുഹമ്മദ് മീരാൻ, എ പി മുഹമ്മദ് കുട്ടി. സമസ്ത 6ാം വാർഷിക റിപ്പോർട്ട് പേജ് 34-35. അതേ സമ്മേളനത്തിൽ തന്നെ പാസാക്കിയ 15ാം പ്രമേയത്തിലെ 2ാമത്തെ ഖണ്ഡിക ഒന്ന് കേട്ടോളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സംഘത്തിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിയാക്കന്മാർ എല്ലാവരും കോൺഗ്രസ് കക്ഷിക്കാരല്ലാത്തവരും ഗവൺമെൻറ് കക്ഷിയും ആയിരിക്കണമെന്നും. ഇവല അന്നത്തെ മലയാളമാണ്, വായിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പം കോൺഗ്രസ് കക്ഷിക്കാരാകാൻ പാടില്ല, മറിച്ച് ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് ഉണ്ടാകേണ്ടത്. കാരണം എന്താ? ബ്രിട്ടീഷുകാരോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം. ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് സായിപ്പാണ്. സായിപ്പിന് മലയാളം പഠിപ്പിച്ചു കൊടുത്തത് ഇവരാണ്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ബായിയാണ്, ഉറങ്ങി കഴിഞ്ഞവരാണ്. ആ വീട്ടിലേക്ക് റോഡുണ്ടാക്കി കൊടുത്തു, അവർക്ക് പ്രത്യേക ബീച്ചിലേക്ക് റോഡുണ്ടാക്കി കൊടുത്തു, അല്ലേ? എന്നിട്ട് പിന്നെ പറയുകയാണെന്ത്? അതുകൊണ്ട് കോൺഗ്രസ് കക്ഷിയാകാൻ പാടില്ല, ഗവൺമെൻറ് കക്ഷിയാകണം. ഗവൺമെൻറ് പറഞ്ഞാൽ അന്നത്തെ ഭരണകക്ഷി ബ്രിട്ടീഷുകാർ ആകണമെന്നും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികളും അതിനുള്ള ഉപകരണങ്ങളെയും പൊതു സമാധാന പാലനത്തിൻ്റെയും പുനർജീവിപ്പിക്കാൻ മേപ്പടി സംഘത്തിൻ്റെയും മൂലസിദ്ധാന്തങ്ങളിൽ പെട്ടതാണെന്നുമുള്ള മുൻ നിശ്ചയത്തെ ഈ യോഗം പുനരാവർത്തിച്ചു ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആരിനെയ്ത്ത് ആറാമാന്ന് പറഞ്ഞിട്ട് എങ്ങനെയത് വായിക്കേണ്ടിന്നല്ല ആ കോലത്തുള്ള മലയാളം നിങ്ങൾ. ഇനി മാത്രമല്ല, ഇന്ത്യൻ വൈസ്രോയി എഡ്വിൻ പ്രഭുവും പത്നിയും ദേശീയ വിപ്ലവകാരികളുടെ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ സമസ്തയിലെ അന്നത്തെ പുരോഹിതന്മാർ, അന്നത്തെ സമസ്ത തങ്ങളുടെ ആ പുരോഹിതന്മാർ ആ ഒരു രക്ഷപ്പെടലിൽ സന്തോഷം രേഖപ്പെടുത്തി എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ 4ാം വാർഷിക യോഗത്തിൽ 8ാം പ്രമേയത്തിൽ അവരത് രേഖപ്പെടുത്തി. കേട്ടോളൂ. നമ്മുടെ ഇന്ത്യൻ വൈസ്രോയി എഡ്വിൻ പ്രഭുവും അവരുടെ പത്നിയും സർക്കീട്ടിൽ നിന്നും മടങ്ങി ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ പറഞ്ഞാൽ ആരാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ഈ പാവപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ ദുഷ്ടന്മാരെന്ന് വിളിച്ചവരാ പുരോഹിതന്മാരെ, നിങ്ങളെ പൂർവിക മുസ്ലിയാക്കന്മാർ. പിന്നെ എന്നിട്ട് പറയുകയാണെന്ത്? ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇലാഹദറത്തേക്ക് ദ്വാ പാസ്സാക്കണമാതിരി എഡ്വിൻ പ്രഭുവും പത്നിയും രക്ഷപ്പെടുത്തതിന് അള്ളാഹനെ സ്തുതിച്ച് ദ്വാ ചെയ്ത മനുഷ്യന്മാരാണ്. ഖാൻ ബഹദൂർ കല്ലടി മൊയ്തീൻകുട്ടി സാഹിബ് അവർ അവതരിപ്പിച്ചു. MP മുഹമ്മദ് കുട്ടി അവർ പിന്താങ്ങി. അൽബയാൻ പുസ്തകം 1,4,5 പേജ് 29. എന്തിനാണ് അതൊക്കെ വായിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് മുനവ്വറിൽ ശിഹാബ് തങ്ങളുടെ മകള്, ശിഹാബ് തങ്ങളുടെ പേരക്കുട്ടി ഈ പ്രമാണത്തിലുള്ള ഇസ്ലാമിലുള്ള ലോകത്തുടനീളമുള്ള ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ മുണ്ടുമുറുക്കി ഇറങ്ങി രംഗത്ത് വന്ന് ആ പെൺകുട്ടിയെയും അല്ലെങ്കിൽ അതിന് കൃത്യമായി ജനസമൂഹത്തിന് മുമ്പിൽ അത് അറിയിക്കാൻ വേണ്ടി ആ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയും നിങ്ങൾ അഹോരാത്രം എതിർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എതിരെ ഞങ്ങൾ ഇത് അശക്തമായി പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്താണ് ഇനി സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാഴ്ചപ്പാട്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങളുടെ ആ വിഷയത്തിലെ കാഴ്ചപ്പാട് എന്താണ്
എന്താ മുസ്ലിയാക്കന്മാരൊക്കെ ആ വിഷയത്തിൽ പറയാനുള്ളത്? ഞങ്ങൾ പ്രമാണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞുതരാം. ഞാൻ ഒന്നാമതായി ഓതി വെച്ച ആയത്ത് തന്നെ, പ്രിയമുള്ള സഹോദരങ്ങളെ, 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 96-ാമത്തെ ആയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ ഹുദൻ ലിൽ ആലമീൻ. നിശ്ചയം മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ഒന്നാമത്തെ വീട് അതേതാ? പരിശുദ്ധ കഅബാലയം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിൽ പരിശുദ്ധ ഹറം, മസ്ജിദുൽ ഹറം എന്ന പള്ളിക്കുള്ളിലാണത് കഅബാലയം ഉള്ളത്. ആ മസ്ജിദുൽ ഹറം എന്ന പള്ളിക്കുള്ളിലുള്ള കഅബാലയം, ആ കഅബാലയത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഉദിയ ലിന്നാസ്, ലോകർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്, ലോകർക്ക് വേണ്ടി. അപ്പോൾ 745 കോടി അല്ലെങ്കിൽ അറിയാമോ ഉള്ള മുഴുവൻ മനുഷ്യരും അതിൽ പെട്ടു. ആ കഅബാലയവും അതിന് മഖാം ഇബ്രാഹിം ഒക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല പറയുന്നത് വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, ലിന്നാസിന് വേണ്ടിയിട്ടാണ്. അതിൽ ആണും പെട്ടു പെണ്ണും പെട്ടു, ആണുങ്ങൾ മാത്രമല്ല. അപ്പോൾ ആ പള്ളിയിൽ ഹജ്ജ് കർമ്മത്തിനും ഉംറ കർമ്മത്തിനും നിർവഹിക്കാൻ പരിശുദ്ധ റമദാനിന് വേണ്ടി അവിടെ എത്തിക്കാഫിരിക്കാനൊക്കെ വരുന്നവർക്ക് ആ പള്ളിയിൽ ഇരിക്കും ചെയ്യാം, എത്തിക്കാഫിരിക്കും ചെയ്യാം, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക, സുന്നത്ത് നിസ്കരിക്കുക, അവിടെ നിന്ന് ഖുർആൻ ഓതാ, അവിടെ ഒരിക്കലും അത് ഹറാമല്ല. ഇനി അതുപോലെയുള്ള പള്ളികൾ, അത് പ്രത്യേകമായ പള്ളി നിൽക്കാം, അതല്ലാത്ത എല്ലാ പള്ളികളിലും റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും താബീങ്ങളിലും തബഅ താബീങ്ങളിലും എന്തിനേറെ ഷാഫി മദ്ഹബിൽ വ്യക്തമായി കൊണ്ട് തന്നെ ആ വിഷയത്തിൽ എത്ര ഗ്രന്ഥങ്ങളിലാണ് അത് ജായിസാണ്, അനുവദനീയമാണെന്ന് പറഞ്ഞത്. അതുപോലെ ക്രൂരന്മാർ ആരാണുള്ളത്? തലശ്ശേരി വെച്ച് നടന്ന മുഖാമുഖം ബഹുമാനനായ കേരളത്തുൽ മുജാഹിദീൻ്റെ ജമിയത്തുൽ ഇന്നത്തെ സെക്രട്ടറി, കേരളത്തുൽ മുജാഹിദീൻ്റെ പ്രഗത്ഭ പണ്ഡിത നേതാവ് ബഹുമാന അനീഫ് കായക്കൊടി മനസ് മൗലവിയും അടങ്ങുന്ന ആളുകൾ നിങ്ങളുടെ സമസ്തയിലെ AP ഭാഗവുമായി നടത്തിയ തലശ്ശേരി മുഖാമുഖം കൊണ്ടുവരികയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇമാം ഷാഫിയുടെ ഇബാറത്തുകൾ നിങ്ങൾ വായിക്കണമെന്നായിരുന്നു. പക്ഷേ വിഷയസംബന്ധമായ ഒരൊറ്റ ഇബാറത്ത് പോലും വായിച്ചില്ല, വായിക്കാൻ കഴിഞ്ഞില്ല. ഹദീസുകളോ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിക്കോളൂ, തലശ്ശേരിയിൽ തന്നെയാവാം. ഹദീസിൽ എന്താണ് പറഞ്ഞത്, ആയത്തിൽ എന്താണ് പറഞ്ഞത്, നമുക്ക് നേരിട്ട് വാദപ്രതിവാദം നടത്താം, അതവിടെ പറയും. പിന്നെന്താ വലിയ പരാതി? ഞാൻ ഒറ്റ ഇമാം ഷാഫിയുടെ എന്താ നമ്മളെ വ്യവസ്ഥ, അത് മറന്നുപോയി. അത് മറന്നു മുസ്ലിംമാരോട്. ഇമാം മേൽവാദങ്ങൾ ഇരുവിഭാഗവും ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കേണ്ടതാണ്. കിതാബ് തിരിയൂന്ന് വിചാരിച്ചിട്ടാ എന്നോട് അങ്ങനെ വായിച്ചു പോയത്. ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ലേ ഞാൻ ഉദ്ധരിച്ചത്. ഞാൻ ഉദ്ധരിച്ച ഹദീസ് നോക്കിക്കോ. ഒന്നാമതായി ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഇമാം ഷാഫി തന്റെ മുസ്നദിലും സുനനിലും ഉദ്ധരിക്കുന്നു. ഒന്നാമത്തെ ഹദീസ് ഇമാം ഷാഫി തന്റെ മുസ്നദിലും സുനനിലും ഉദ്ധരിക്കുന്നു. പിന്നീട് ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഇമാം ഷാഫി തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഞാൻ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് ഇമാം ഷാഫിയുടെ സുനനിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ മുസ്നദിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ മുസ്നദിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ സുനനിൽ നിന്ന് വീണ്ടും ഞാൻ ഉദ്ധരിച്ചു. ഇമാം ഷാഫിയുടെ ഉമ്മിൽ നിന്ന്. ഇനി ഏത് വേണം മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക്? എന്നിട്ട് അവസാനം ഞാൻ ഇമാം ഷാഫി പറഞ്ഞത് പറഞ്ഞു. എന്ത്? വഉഹിബ്ബു ശുഹൂദൻ നിസാഇൽ അജായിസ് വഗൈരി റവാത്തിൽ ഹയ്യത്തി സ്വലാ വൽഅയാദ വഅന ലിശുഹൂദിഹിന്നൽ അയാദ അശദ്ദു ഇസ്തിഹ്ബാബൻ മിന്നി ലിശുഹൂദിഹിന്ന ഗൈറഹാ മിനസ് സലവാത്തിൽ മക്തൂബാത്ത്. ഞാൻ പണ്ടൊരു കഥ പറയില്ലേ, നമ്മള് പശുവിനൊക്കെ എനിക്കൊരു കയറ് വീണിട്ടിട്ടുണ്ട്, അറ്റത്തൊരു പശുവും. കാരണം ആഗ്രഹമുള്ള ആളുകൾ പെടട്ടെ വിചാരിച്ചിട്ടാ. ഇതേമാതിരി ഞാൻ എന്ത് ചെയ്തു, അവസാനത്തെ ഒന്ന് മെല്ലെ പറഞ്ഞു മക്തൂബാത്തിന്റെ കാര്യം. എവിടുന്നാ മുസ്ലിയാരെ മക്തൂബാത്ത് നിസ്കരിക്കല്? എവിടുന്നാ മക്തൂബാത്ത് ജമാഅത്ത് നിസ്കരിക്കുന്നത്? വീട്ടിൽ നിസ്കരിക്കുന്നതിനെ പറ്റിയാണോ ഈ പറഞ്ഞത്? വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ പറ്റിയാണോ? എന്താ? ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് എനിക്കിഷ്ടമാണ്. അതിനേക്കാൾ ഇഷ്ടം ഏതാണ്? പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുക്കുന്നതാണ്. നിങ്ങൾ ഷാഫി ഇമാമിന്റെ കിതാബ് നോക്കിയത് പണ്ടൊരു കണ്ണുപൊട്ടനായ ആള് ആനനെ കാണാൻ പോയ പോലെ. ആണിങ്ങനെ നോക്കുമ്പോ ആ ചെവിയാണ് ഒരാൾ പറഞ്ഞ ഇതന്നെ കേട്ടോ ആനാന്ന് മനസ്സിലാക്കി. വേറെ ആൾ കാല് പിടിച്ചപ്പോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഉമ്മുന്നൊരു ഇത്തിയാനുവാ ഹൈർ, ആ പെണ്ണിന് ഹൈറ്, വേറൊരുത്തരും മക്തൂബാത്ത് ആ ഹൈറ്. നിങ്ങൾ ഓതിപ്പടിക്കാതെ വല്ല UP സ്കൂളിൽ മാഷുമാരായി നടന്നിട്ട് ഓതിപ്പടിച്ച ഷാഫി ഇമാമിന്റെ കിതാബ് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. ഞാൻ വെല്ലുവിളിക്കുന്നു. മനസ്സിലാക്കിയത്
ഞങ്ങൾ ഏതെങ്കിലും മുജാഹിദുകളല്ല മനസ്സിലാക്കിയത്, രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവിയെ മനസ്സിലാക്കിയത്. വഫീഹി ജവാസു സ്വലാത്തിൻ നിസാഇ മഅ റിജാലി ഫിൽ മസ്ജിദി, പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ സ്ത്രീകൾക്ക് നമസ്കാരം നിർവഹിക്കാമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു എന്ന് കായക്കൊടി പുസ്തകത്തിൽ എഴുതി എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇമാം നവവി എഴുതി എന്നാണ്. തള്ളാൻ കഴിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഞങ്ങളെ പൊട്ടന്മാരെന്ന് വിളിക്കാം, ഞങ്ങളെ ആനയെ കണ്ട അന്ധനോട് ഉപമിക്കാം. ഈ ഉപമ ചെന്ന് കെട്ടുമുട്ടുന്നത് ഇമാം ഇബ്നു ഹജറിലാണ്, ഇമാം നവവിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരും കായക്കൊടിയെ പോലെ അനസിനെ പോലെ അന്ധൻ ആനയെ കണ്ടതുപോലെ കണ്ടതാണോ? അവർക്ക് മനസ്സിലായില്ലേ ഇമാം ശാഫിഈ ഹദീസ് പറഞ്ഞത്? ഇമാം ശാഫിയുടെ ഉദ്ധരണി അതൊക്കെ ഇപ്പോ ഇഹ്യാഉസ്സുന്നയിൽ നിന്നിറങ്ങുന്ന കുറച്ച് പുതിയ തലക്കെട്ടുകാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യം, മുൻകഴിഞ്ഞു പോയ ഒരു ഇമാമിനും മനസ്സിലായിട്ടില്ല. ആ വിവരം നിങ്ങളുടെ ഈ ഇഹ്യാഉസ്സുന്നയുടെ മതിലിനുള്ളിൽ വെക്കുക. പുറത്തിറക്കിയാൽ കേരളീയ മുസ്ലിം സമൂഹം പുറങ്കാല് കൊണ്ടത് ചവിട്ടി അറബിക്കടലിലിടും. വേണ്ട ഞങ്ങൾക്കത്. ഞങ്ങൾക്ക് തെളിവാവേണ്ടത്, പ്രമാണമാവേണ്ടത്. എന്തുകൊണ്ട് അനുവദനീയം, എന്തുകൊണ്ട് പുണ്യകരം? കാരണങ്ങൾ നിരത്തി ഞാൻ. എന്തുകൊണ്ട് കൂലി കിട്ടും? കാരണങ്ങൾ നിരത്തി ഞാൻ. എന്റെ വകയല്ല. ഇമാം ശാഫിഈയുടെ സുനൻ ഉദ്ധരിച്ചു, ഇമാം ശാഫിഈയുടെ മുസ്നദ് ഉദ്ധരിച്ചു, ഇമാം ശാഫിഈയുടെ അൽമുദ് ഉദ്ധരിച്ചു. പക്ഷേ ഞാൻ ഉദ്ധരിച്ചത് മുസ്നദിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഉദ്ധരിച്ചത് സുനനിൽ നിന്നാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യം? കിതാബ് ഓതി പഠിക്കണ്ടേ? കിതാബ് മനസ്സിലാക്കണ്ടേ? വെറുതെ തലയെ കെട്ടി വലിയ കുപ്പായവും ഇട്ടാൽ ആ വലിയ കുപ്പായം കിട്ടാൻ വലിയ അളവിൽ തുണി വാങ്ങണമെന്നല്ലാതെ സമുദായം നിലവെക്കില്ല. സമുദായം നിലവെക്കില്ല. സമുദായത്തിന് വേണ്ടത് തെളിവ്, സമുദായത്തിന് വേണ്ടത് പ്രമാണം. അതുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളും തുല്യ എണ്ണം ആളുകൾ ഇവിടെയുണ്ട്. പറ, അത് പറഞ്ഞു കൊടുക്ക ആളുകൾക്ക്. ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ വിവരം എന്താണ്? ഇത്രയും സമയം ലഅല്ലഹു യഖ്ദിറു എന്നൊരു ഇബാറത്തിന്റെ അർത്ഥം വായിക്കാൻ പറഞ്ഞിട്ട് അതങ്ങനെ തന്നെയാണ് എന്ന് പറയുകയല്ലാതെ അതൊന്ന് വായിച്ച് അർത്ഥം പറയാൻ ഈ സമയം വരെ മൗലവിമാർക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നു ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കതിന് സാധ്യവും അല്ല. നിങ്ങൾ ഉമ്മിന്റെ മേലിൽ പറഞ്ഞു, ഇതാ ഉമ്മ ഞാൻ വായിക്കുന്നു. എവിടെയാണതുള്ളത്? ലഅല്ലഹു യഖ്ദിറു അലാ ഇത്യാനിൽ ജുമുഅ. ഇതുവരെ കായക്കൊടിക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറുപടി പറയണം. പിന്നെ കാന്തപുരം ഉസ്താദ് ലഅല്ലന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്കുണ്ടോ? കാന്തപുരം ഉസ്താദിനെ അറിയുന്നു, അത് നിങ്ങൾക്ക് സാധ്യമല്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇത് വായിക്ക്. ലഅല്ലഹു യഖ്ദിറു, അതിന്റെ അർത്ഥം കേട്ടോ? ലഅല്ലഹു യഖ്ദിറു എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ഒരുപക്ഷേ ജുമഅക്ക് പോകാൻ കഴിവാകും എന്നാണ് ശാഫി സലാഹി അർത്ഥം വെച്ചത്. അങ്ങനെ ഒരു അർത്ഥം അതിൽ നിന്ന് കിട്ടുകയില്ല. എന്തുകൊണ്ട്? ലഅല്ല എന്നത് തന്നെ അതിന്റെ അർത്ഥം ശരിക്ക് പഠിച്ചോ. ഒരു സ്ഥലത്ത് ലഅല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അത് ഉൾപ്പെടണമെങ്കിൽ നേരത്തെ പറഞ്ഞ സാധനം ആ വസ്തു ഉണ്ടാകാനുള്ള സാധ്യത വേണം. ഇനിയെങ്കിലും പഠിച്ചോ. പെണ്ണിന് ജുമഅക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണ്? പെണ്ണിന് ജുമഅയില്ല എന്ന് പറഞ്ഞ കാരണം എന്താണ്? മൗലവിമാര് വ്യക്തമാക്കണം. ആ കാരണം ഒരിക്കലും നീങ്ങുന്ന കാരണമല്ലല്ലോ. അതുകൊണ്ടാണ് ലഅല്ലഹു യഖ്ദിറു എന്ന് പറഞ്ഞതിൽ ഒരിക്കലും പെണ്ണുപെടൂലാന്ന് ഞങ്ങൾ പറയുന്നത്. അതിന് ലഅല്ലന്റെ അർത്ഥമറിയാത്ത നിങ്ങൾക്കുണ്ടോ? അത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. ഏതായാലും ഈ ലഅല്ലഹു യഖ്ദിറു വായിക്കുക. അതുപോലെ ഉമ്മിൽ ശാഫി ഇമാം പറഞ്ഞു, ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞു, ഈ പള്ളി ഖാസാണ്, വല്ല പുണ്യവും ഉണ്ടെങ്കിൽ അവരനുവദിക്കുമായിരുന്നു, അവർ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ? ഷാഫി ഇമാമിന് അവിടെ തെറ്റുപറ്റിയതാണോ? അത് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം. മസ്ജിദുൽ ഹറാമാണ് തടയരുത് എന്ന് പറഞ്ഞത്. മറ്റു പള്ളികളിലേക്ക് വലൗ കാന ലഹുന്ന ഫളലുൻ, വല്ല പുണ്യവും ഉണ്ടെങ്കിൽ കൽപ്പിക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഷാഫി ഇമാമിന് ആ വിശദീകരണത്തിൽ തെറ്റുപറ്റിയോ ഇല്ലേ? അത് നിങ്ങൾ വ്യക്തമായി പറയണം. ഈ ഭാരത്ത് വായിച്ച അർത്ഥം പറയണം. എല്ലാം നിങ്ങളെ പണിയാണ്. ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. കൃത്യമായി ചെയ്യുക. എല്ലാം നമ്മൾ ചെയ്ത നിങ്ങൾക്ക് പണിയായി. അതാ സത്യം. എല്ലാം ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പണി. ഇപ്പൊ എന്താ? വലിയ ആനത്തരയായി കൊണ്ടുവന്ന് ഷാഫി സലാഹി പുസ്തകം എഴുതി അർത്ഥം തെറ്റി. എവിടെയാ തെറ്റിയത്?
എവിടെയാ തെറ്റിയത്? ഇമാം ഷാഫി ഉമ്മിൽ എന്താ പറഞ്ഞത്? വലാ ഉഹിബ്ബു ലിവാഹിദിൻ മിന്നല്ലഹു തർക്കുൽ ജുമുഅത്തി മിനൽ അഹ്റാരി ലിൽ ഉദ്രി വലാ മിനൻ നിസാഇ വഗൈരിൽ ബാലിഗീന വൽ അബീദി അൻ യുസല്ലി അൽ-ളുഹ്റ ഹത്താ യൻസരിഫ al-ഇമാം വയതഖ ഇൻസിറാഫഹു ബിഅൻ യഹ്താത ഹത്താ യറാ അന്നഹു ഖദ് ഇൻസറഫ ലിഅന്നഹു ലഅല്ലഹു യഖ്ദിറു അലാ ഇത്യാനി ജുമുഅ ഫയകൂനു ഇത്യാനുഹാ ഖൈറൻ ലഹു എന്ന് ഇമാം ഷാഫി ഉമ്മിൽ പറഞ്ഞു. നിഷേധിക്കാൻ ഒരു മുസ്ലിയാർക്കും തയ്യാറല്ലല്ലോ, കഴിയില്ല. അതിന് ഷാഫി സലാഹി അർത്ഥം പറഞ്ഞെന്ത്? അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ, കഴിയുമെങ്കിൽ അവർക്ക് ജുമുഅക്ക് പോകാൻ അത്യുത്തമമാണ്. അത് തെറ്റാണെന്നാണ് ഇവിടെ നേരം പോലത്തെ മുതൽ ഒച്ചയിടാൻ തുടങ്ങിയത്. എന്നിട്ട് അതിന്റെ വലിയ ന്യായം എന്ത്? അത് പെണ്ണിന്റെ ഉഴുതൊരു പെണ്ണാണെന്നതാണ്. അത് നീങ്ങിയാലാണ്. എങ്ങനെ പെണ്ണാണായി മാറിയാൽ? ലോകത്ത് പെണ്ണാണായി മാറില്ലേ ഉള്ളൂ, ആണ് പെണ്ണായി മാറൂലേ? ആണ് പെണ്ണായി മാറൂലേ? ഇനിയോ നോക്കിക്കോ തീർന്നു. ഇത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ തന്നെ, നിങ്ങളെ അടുത്ത് നിന്ന് അത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ കേൾക്കട്ടെ. പെണ്ണ് ആണായി മാറുന്നു വിചാരിച്ചിട്ടാണ് ഇമാം ഷാഫി ഇത് പറഞ്ഞത് എന്ന അഹിസനിപ്പോയത്തും ഈ നാട്ടുകാർ കേൾക്കട്ടെ. ഞങ്ങൾക്കറിയാം, നിങ്ങളത് പറയും. ബഷീർ ഫൈസി വെണ്ണക്കോട് എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത് ബഷീർ ഫൈസി എഴുതാണ്, അതേ ഉദുറുള്ള സ്വതന്ത്ര പുരുഷന് ഉദുറ് നീങ്ങാം, സ്ത്രീ പുരുഷനാവാം, സർജറി വഴി ഇത് നിത്യവാർത്തയായിക്കൊണ്ടിരിക്കുന്നു. കുട്ടി പ്രായപൂർത്തി എത്തിയവനാവാം, അടിമ സ്വതന്ത്രനാവാം. ഈ നിങ്ങളെ തൊള്ളേന്ന് കേൾക്കാൻ തന്നെ ഞങ്ങളും ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചോദിച്ചവരെ തെറ്റ്. ഇനി കേട്ടോ കഴിയുമെങ്കിൽ അഹ്സനിമാർ പരസ്പരം താങ്ങി നിന്നോ, തലകറങ്ങി വീഴണ്ട. എന്താ ബഷീർ ഫൈസി പറഞ്ഞ അർത്ഥം എന്നറിയോ? ജുമുഅക്ക് വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം, അപ്പോൾ അതിന് വരലാവും അവർക്കുത്തമം. എന്റെ ഷാഫി സലാഹി പറഞ്ഞ അർത്ഥം എന്താ? ഷാഫി സലാഹി പറഞ്ഞു അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ, കഴിയുമെങ്കിൽ അവർ ജുമുഅക്ക് പോകൽ അത്യുത്തമം. ഇവിടെ ബഷീർ ഫൈസി വെണ്ണക്കോട് പറയുന്നതോ ജുമുഅക്ക് വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം, അപ്പോൾ അതിന് വരലാവും അവർക്കുത്തമം. തീർന്നില്ലേ സഹോദരന്മാരെ സംവാദം? കഴിഞ്ഞില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു ഇമാം ഷാഫി അത്യുത്തമമാണെന്ന് പറഞ്ഞു, ഇമാം ഷാഫി ഉത്തമമാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ അംഗീകരിച്ചു. അത് തന്നെയാണ് ഞാൻ ഒന്നാമത് മുതൽ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളെ. എന്ത് ഇമാം ഷാഫി പറഞ്ഞതെന്താ കേട്ടോ നിങ്ങൾ? ഇമാം ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞത് ഒരു വരി മുകളിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. ഒരു പെണ്ണ് ജുമുഅക്കോ പെരുന്നാൾ നിസ്കാരത്തിനോ വന്നാൽ അതേപോലെ തന്നെ അടിമകളും യാത്രക്കാരും വന്നാൽ നാട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരെ പോലെ തന്നെയാണ് ആ പെണ്ണും. അവർക്കത് മതി. ആ പെണ്ണ് ലോഹറിന് ജുമുഅക്ക് വരാം, ഈദൈനിക്ക് വരാം. എന്നിട്ടാ പറഞ്ഞത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ പെരുന്നാളിന് വരലാണ് ഏറ്റവും ഇഷ്ടം. മറ്റ് നമസ്കാരങ്ങൾക്ക് വരലോ അത് ഇഷ്ടമാണ്. തെളിഞ്ഞു മുജാഹിദുകളുടെ വാദം. അനുവദനീയമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്, കൂലി കിട്ടാത്ത കാര്യമാണോ? ഇവിടെ പറഞ്ഞ അങ്ങനെ തന്നെ ഒരു പെണ്ണ്. അങ്ങനെയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ സഹസനമാരുടെ ഭാര്യമാർക്കൊക്കെ ഇത് ചെക്ക് ചെയ്യലാവല്ലോ പണി. മാറിയോ എന്ത് പോയത്തമാണ് മുസ്ലിയാക്കന്മാര്. ഏറ്റവും ചുരുങ്ങിയ നിങ്ങളെക്കാൾ കിതാബുകൾ ഓതിയിട്ടുണ്ടാവും. സാമാന്യ ബുദ്ധിയുള്ള കുറെ മനുഷ്യന്മാർ മുന്നിലിരിക്കില്ലേ? ആ ഒരു ബോധമെങ്കിലും വേണ്ടേ? ശ്രീ ജുമാ ജമാഅത്തു ഷാഫി മദ്ഹബ് വിഷയം പൊളിച്ച് കയ്യിലാണ് തന്നില്ലെങ്കിൽ എന്തെങ്കിലും പറയാണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യം ഉൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിയാക്കന്മാരുടെ പൗരോഹിത്യത്തിന് ചങ്ങലക്കെട്ടുകൾ തിരിച്ചറിയാനും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രമാണങ്ങളിലേക്ക് കടന്നു വരാനും സ്വഹാബത്തിന്റെ ഭാര്യമാരും അവരുടെ മക്കളും ഇസ്ലാം എങ്ങനെ കൊണ്ടു നടന്നോ അങ്ങനെ കൊണ്ടു നടക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാന. ഒരു പെണ്ണ് പള്ളിയിൽ വരൽ, ജുമാ ജമാഅത്തിന് വേണ്ടി വരൽ, ഇൽമ് ശേഖരിക്കാൻ വരൽ, അത് ശർഇൽ മക്രൂഹല്ല, ഹറാമല്ല. പക്ഷെ ഒരു പള്ളിയിലേക്ക് ഒരു പെണ്ണ് വന്നാൽ ആ പെണ്ണിനെ, ആ മുഅ്മിനാത്തായ പെണ്ണിനെ മഹറമായ പുരുഷന്റെ കൂടെ വന്നാൽ തള്ളാൻ അല്ലെങ്കിൽ തടയാൻ നിങ്ങൾക്ക് എന്താണ് അർഹതയുള്ളത്? ഈ ചോദ്യകർത്താവ് തന്നെ മുനവർ തങ്ങളുടെ മകളോട് ചോദിക്കുന്നുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ മറിയം അവിടെ ആ പള്ളിയിൽ ബൈത്തുൽ മുഖദ്ദസിലാണ് താമസിച്ചിരുന്നത് എന്നും അവിടെ മെഹ്റാബിൻ്റെ പരിസരത്തുള്ള റൂമിലാണ് എന്നും അതേപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി വന്നിരുന്നു എന്നും
അവരുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? ഏതാ? മറിയം ബീവി ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു. ഇതിനൊക്കെ മൂല്യമാർക്ക് എന്ത് ദുർന്യായം പറയാനുള്ളത്? ദുർവ്യാഖ്യാനം ചെയ്യല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? യാ മറിയം, യാ മറിയമേ ഇഖ്റുതി ലിറബ്ബിക വസ്ജുദി വർകഇ മഅർ റാഖിഈൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 43 അല്ലാഹു പറയാ, നീ റുക്കൂഉം സുജൂദും ചെയ്യണം. ആരുടെ കൂടെ? അവിടെ നിസ്കരിക്കുന്നവരുടെ കൂടെ. അപ്പോൾ ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ വ്യക്തമായിക്കൊണ്ട് തന്നെ അത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല ഇമാം ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, ബാബു നൗമുൽ മർഅതി ഫിൽ മസ്ജിദി, പെണ്ണ് പള്ളിയിൽ ഉറങ്ങുന്ന അധ്യായം. ബാബു നൗമുൽ മർഅതി ഫിൽ മസ്ജിദ്, പെണ്ണ് പള്ളിയിൽ ഉറങ്ങുക. എന്തിനാ പെണ്ണ് പള്ളിയിൽ ഉറങ്ങുന്നത്? ഇത്തികാഫിരിക്കാൻ വന്നു. നിങ്ങൾ പറയും ഹിജാബിൻ്റെ ആയത്തിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല, അത് കള്ളുപിടി പോലെ ഘട്ടഘട്ടമായി വിലക്കി. ഹിജാബിൻ്റെ ആയത്തിന് ശേഷം വന്നിട്ടില്ല, ഹിജാബിൻ്റെ ആയത്തിന് ശേഷം വന്നിട്ടില്ല എന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വഫാത്തിൻ്റെ മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയും അവിടുത്തെ പത്നിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഇത്തികാഫിരുന്നു. വീട്ടിലെ പള്ളിയിലല്ല, മസ്ജിദുൽ നബവിയിൽ പള്ളിയിൽ ഇത്തികാഫിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയാനുണ്ട്, സുമ്മയ അത്തക ഫസ്വാജു മിൻ ബഅദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷവും ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ വഫാത്തിന് മുമ്പും വഫാത്തിന് ശേഷവും ഇത്തികാഫിരുന്നിട്ടുണ്ട്. ആ ഇത്തികാഫ് പള്ളിയിൽ 10 ദിവസം ഇരിക്കണമെങ്കിൽ ജുമായുള്ള പള്ളിയാകണമെന്ന് നിർബന്ധ ഷർത്താണ്. ആ നിർബന്ധ ഷർത്തുള്ളതോടുകൂടി ആ പള്ളിയിൽ ഇരുന്നാൽ 10 ദിവസത്തിനുള്ളിൽ ഒരു ജുമായും 50 വക്ത് നിസ്കാരങ്ങൾ കിട്ടൂലേ മൂല്യന്മാരെ? കിട്ടൂലേ? കിട്ടും. അപ്പോൾ ഈ ബുഖാരിയിലെ ഈ അധ്യായത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇനി മാത്രമല്ല, മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ ഉദരപൂർത്തീകരണത്തിന് ആവശ്യമായ എന്തൊക്കെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുണ്ടോ അതെല്ലാം അവരെന്ത് ചെയ്യും? ജനസമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് അതൊക്കെ സ്ഥാപിക്കും. എന്നാൽ സ്വഹീഹായ ഹദീസുകളിൽ അതുപോലെ തന്നെ ഖുർആൻ്റെ തഫ്സീറുകളിൽ ഷാഫി മദ്ഹബിൻ്റെ അനവധി ഗ്രന്ഥങ്ങളിൽ സ്ത്രീകളുടെ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ അവർ കേൾപ്പിക്കില്ല, അവർ പഠിപ്പിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹമീദ് വൈസി അമ്പലക്കടവിൻ്റെ ഒരു വോയിസ് നിങ്ങളൊന്ന് കേൾക്കുക. ഇങ്ങനെയുള്ള ഹദീസ് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഉദ്ധരിക്കുന്ന വേറെയും കുറെ ഹദീസുകളുണ്ട്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി, ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു, ഇങ്ങനെ കുറെ ഹദീസുണ്ട്. ഇത്തരം ഹദീസുകൾ പ്രകടമാണ്. ഒരു സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല. അതന്നെ അർത്ഥം. എന്താ സംശയം? ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല, പള്ളി മലിനമാകും. എടാ, ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തോട്ടെ മുക്രിക്ക, ഇവിടെ കഴുകണല്ലോ, അശ്വില്ല അവിടെ നജസായല്ലോ, മലിനമായല്ലോ. അങ്ങനെ ഒരു വാദഗതി ഇസ്ലാമല്ല. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാക്കിൻ പക്ഷേ ബിശുറൂത്തിൻ, നിബന്ധനകൾക്ക് വിധേയമായി. ആ നിബന്ധനകൾ സ്വഹാബത്തും താബിഈകളും സ്വയം ഉണ്ടാക്കിയതല്ല. ദക്കറഹൽ ഉലമ, അത് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതാ. അവർ സ്വന്തം വകയല്ല. മൗസൂഅത്തുൻ മിനൽ അഹാദീസ്, ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ, ഓരോ ഹദീസിലും വിശദമായി പരിശോധിച്ച് സ്വഹാബത്തും താബിഈകളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത്. ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകൽ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല, പോകുന്നത് മറ്റല്ലാതെ പറയാൻ പറ്റൂ. ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് സ്വഹാബത്തും താബിഈകളും കൈമാറുന്ന ആ ഷർത്തുകൾ ഇതാ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത്? വല്ലാത്തക്കുന മുത്തയ്യിബ. എല്ലാ ഷർത്തും ഒക്കെ ആണെങ്കിലും നിങ്ങൾ സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല. എന്നാ ദീൻ ഇസ്ലാം നമ്മളോട് പറയാണ്ട? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പ്രകടമല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകളും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കും. എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലത്തും ഫിത്തനുണ്ട്. അവിടെയൊക്കെ പെണ്ണ് വരില്ലേ? പഞ്ചായത്ത് ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ
ടെക്സ്റ്റൈൽസിൽ, അങ്ങാടിയിൽ, കുടുംബത്തേക്ക് യാത്ര, അല്ലേ, നിങ്ങളെ നേർച്ച, ഉറൂസ്, അതേപോലെ തന്നെ നിങ്ങളെ മൂല്യന്മാരത്തേക്ക് ചികിത്സക്കൊക്കെ വരുന്നില്ലേ? അവിടെ ഒന്നും ഫിത്തനല്ല. അവിടെയൊക്കെ ജിബ്രീൽ മീക്കായിലുവാ, സ്പർശനം ദർശനമൊന്നും ഇല്ലാത്ത, വികാര വിചാരങ്ങളൊന്നും ഇല്ലാത്ത മലായിക്കത്തുകളാ ആണോ? അപ്പോൾ ഈ ഫിത്തന ഉണ്ടാകുമ്പോൾ എവിടെയും പോകാൻ പാടില്ല. പള്ളിയിലായിട്ട് മാത്രമല്ല, എല്ലായിടത്തും വിലക്കാണ്. അപ്പോൾ ഫിത്തന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ തടയാൻ ഒരിക്കലും തന്നെ എന്തില്ല, യാതൊരു നിർവാഹവുമില്ല. ഇനി മാത്രമല്ല, 145ഓളം ഹദീസുകളുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എൻ്റെ ചോദ്യം, സ്ത്രീക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ? സ്ത്രീക്ക് പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ? പുരുഷൻ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അതിന് എന്ത് ശ്രദ്ധതയുണ്ടോ അതൊരു പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിച്ചാലും ഉണ്ടാകും. ഇത് വളരെ ഗണ്യതമായി നേരത്തെ വായിച്ച ഹദീസിൽ തന്നെയുണ്ട്. നേരത്തെ ഞാൻ വായിച്ചു പറഞ്ഞല്ലോ, ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറയാൻ, എന്ന് മോളെ, നീ റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ നമസ്കരിച്ചോളൂ. ഈ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ നമസ്കരിച്ചാൽ നിനക്ക് കിട്ടുന്ന മെച്ചം ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂലി 1000 ഇരട്ടി കൂലി, മറ്റു പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എല്ലാം 1000 ഇരട്ടി കൂലി ഈ പള്ളിയിൽ നിനക്ക് കിട്ടും. ആ കൂലി കിട്ടാൻ വേണ്ടിയാണ് ആ പെണ്ണിനോട് മഹദി മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ നമസ്കരിക്കുക. അപ്പോൾ വളരെ ലളിതമാണ്. ഒരു പുരുഷൻ പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന എല്ലാ പ്രതിഫലവും ആ സ്ത്രീ പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടും. ഇത് ഖുർആനും ഖണ്ഡിതമായി പറഞ്ഞതാണ്. വമയ്യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു അമലു സ്വാലിഹാത്ത് ചെയ്താൽ അവർക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലാഹു ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് സൂറത്തു നിസാഇന്റെ 124-ാമത്തെ ആയത്തിലും സൂറത്തു നഹലില് അല്ലാഹു 97-ാമത്തെ ആയത്തിലും സൂറത്തു ആഫിറില് 40-ാമത്തെ ആയത്തിലും വളരെ ഗണ്ഡിതമായി പറയുന്നതാണ്. അപ്പോൾ ഒരു പുരുഷൻ ചെയ്ത പുണ്യത്തിനെ കൂലിയുള്ളൂ, ഒരു പെണ്ണ് പുണ്യം ചെയ്താൽ കൂലിയില്ല എന്നല്ല പറയുന്നില്ല. നേരെ മറിച്ച് ആണാകട്ടെ പെണ്ണാകട്ടെ അല്ലെങ്കിൽ അവനൊരു അമലു സ്വാലിഹാത്ത് ചെയ്ത് മുഅ്മിനാകണമെന്ന നിബന്ധനയോടെ അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ അവരോട് അല്ലാഹു അനീതി കാണിക്കുകയില്ല എന്ന് ഗണ്ഡിതമായി ഖുർആൻ പറഞ്ഞതാണ്. ശ്രേഷ്ഠതയുണ്ടോ? ശ്രേഷ്ഠതയുണ്ട്. പള്ളിയിൽ പോയി നമസ്കരിച്ച ശ്രേഷ്ഠതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ബഹളമുണ്ടാക്കുന്നവരെയല്ല, ആക്രമിക്കുന്നവരെയല്ല, അടിക്കാൻ വരുന്ന മാന്യമായി ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ വിലയിരുത്തുവാൻ തയ്യാറുള്ളവരുമായ സഹോദരങ്ങളെ മാന്യമായി ക്ഷണിച്ചുകൊണ്ട് ഈ മുഖാമുഖം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നിർദ്ദേശം പാലിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല മുസ്ലിയാക്കന്മാരെ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇഷ്ടം പോലെ ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷാഫി മദ്ഹബിന് ധാരാളം അതിലുണ്ട് എന്ന് നമുക്കറിയാം. മാത്രമല്ല ഇതൊക്കെ ഒരു കാലത്ത് ഹറാമാന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ എത്ര സ്ഥലങ്ങളിലാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊന്നും പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, ഈ സമസ്തയിലെ മെയിൻ പള്ളിയുടെ മുൻഭാഗത്ത് ബാക്ക് സൈഡിൽ ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെ മുസല്ല നിസാ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? പള്ളി കോമ്പൗണ്ടിലല്ലേ ഉണ്ടാക്കിയത്? വഖഫ് ചെയ്ത പള്ളിനുള്ളിലല്ലേ ഉണ്ടാക്കിയത്? അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഭാഗത്ത് ഇത് ഹറാമാണെന്ന് പറയാം, എന്നിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാണ്? മുസല്ല നിസാ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം തന്നെ ഉണ്ടാക്കുക. ഇതാണ് വിഷയം. പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്ക ശരീഫിലെ അൽ മസ്ജിദുൽ ഹറാം. അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം, പോകണം, അവിടുന്ന് തവാഫും ചെയ്യണം. തവാഫിന് വേണ്ടി ഒരു പള്ളിയിൽ പോകണം. അത് ജുമാക്കും ജമാഅത്തിനു വേണ്ടിയല്ല, തവാഫിന് വേണ്ടിയാണ്. പള്ളിയിൽ കയറിക്കൂടാത്ത വർഗമല്ല സ്ത്രീകൾ. ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം. കയറണം എന്നാ, കയറാം എന്നല്ല, കയറണം, കയറണം എന്നാ. പക്ഷെ എന്തിന്? തവാഫിന് വേണ്ടി. അപ്പോൾ നമ്മളെ പേരോട് ഉസ്താദ് തെളിവുകളുടെ മുമ്പിൽ മലക്കമറിയുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തിന് വേണ്ടി പോകാൻ പാടില്ല, എന്നാൽ ഹജ്ജും ഉംറയും പ്രതീക്ഷിച്ചുകൊണ്ട് ഹറമിലേക്ക് പോകണം. പോകണ്ട എന്നല്ല, പോകണം, അതിനു വേണ്ടി പോകണം. അപ്പോൾ പിന്നെ അവിടെ പോകുമ്പോൾ
ഒരു ഹജ്ജും ഉംറയും ചെയ്ത് മാത്രം തിരിച്ചു പോരല്ലല്ലോ മുസ്ലിയാർ ചെയ്യുക. അവിടെയുള്ള ഓരോ വക്തിലും പങ്കെടുക്കൂലേ. അപ്പോൾ എന്താ കാട്ടുക? അപ്പോൾ അതിന് മുസ്ലിയാർ ഒരു പുതിയ മസാല കണ്ടെത്തുന്നുണ്ട്. മുസ്ലിയാക്കന്മാരെ പറ്റി പൊതുവെ പറയൽ എന്താണ്, ഓല് മസാലൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്തിലും ഓലെന്താണ് പൂച്ചനെ നിലത്ത് കിട്ട മാതിരിയാണ്, 4 കാലുമേലെ പുകയുള്ളൂ മാതിരി മസാല കണ്ടെത്തുകയാണ്. പേരോടിൻ്റെ മസാല എന്ന് കേട്ടോളൂ നിങ്ങൾ. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ അവരപ്പോ ഇറങ്ങിപ്പോകണോ? വേണ്ട, അവരിറങ്ങിപ്പോകണ്ട. പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാഅത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും. അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരിറങ്ങിപ്പോകേണ്ടതില്ല. അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്ത് പോകണ്ട. കാരണം എന്താ, നിസ്കാരം ജമാഅത്ത് ഹറാമാണല്ലോ. സ്ത്രീകൾക്ക് ജമാഅത്ത് നിസ്കാരം ഹറാമാണ് പല ഭാഗപ്രകാരം. അപ്പോൾ പിന്നെ ഹറാം അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല, ബാങ്ക് കൊടുത്താൽ നിസ്കാരം തുടങ്ങുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ വേഗം പുറത്ത് പോകണം. പക്ഷേ അങ്ങനെ നിങ്ങൾ പുറത്ത് പോകണ്ട. കാരണം എന്താ, നിസ്കരിക്കാൻ വേണ്ടിയുള്ള പുരുഷന്മാർ ഇങ്ങോട്ട് വരുമ്പോൾ അവരും നിങ്ങളും തമ്മിൽ കൂട്ടിമുട്ടും. പേരോടിൻ്റെ വർത്താനം കേട്ടാൽ തോന്നും ആകപ്പാടെ ഹറമിൽ പിന്നെ നമ്മളെ ബാത്റൂമൊക്കെ പോണ മാതിരി ചെറിയ പിന്നെ ഒരു വാതിലുള്ളൂ എന്നാണ് തോന്നുക. മുസ്ലിയാർ അവിടെ എത്ര വാതിലുണ്ട്, അതിൻ്റെ വലിപ്പം എത്രേ. മാത്രമല്ല അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ഡോറിൽ കൂടെ തന്നെ 2 ഭാഗത്തെ എൻട്രൻസാണ്. അല്ലാതെ മോരും മുതലും വെച്ച് ഞങ്ങളെ ഉറൂസ് പറമ്പിലും നേർച്ചപ്പറമ്പിലും ജാറത്തിലുമുള്ള മാതിരി അങ്ങനെ ആണും പെണ്ണും അവിടെ കൂടിക്കലരല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും സ്ത്രീകളുടെ ജമാഅത്ത് നിസ്കാരം മുടക്കണം. അതേപോലെ തന്നെ അവർക്കുള്ള ഈ മഹത്തായ 1,00,000 കൂലി അത് മുടക്കണം മൂലിയർക്ക്. അതിന് മൂലിയർ ഉണ്ടാക്കുന്ന ഒരു മസാലയാണെന്ത്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടത്, അവിടെ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്ത് മാറി നിൽക്കാനാണ്. പുരുഷന്മാരില്ലാത്ത ഭാഗത്ത് ഹറമിൽ ഏത് സമയത്ത് ആണും പെണ്ണും ഇല്ലാത്ത സമയം എന്തൊക്കെയാണ് മസാലകൾ കണ്ടെത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി മൂപ്പര് അടുത്ത് പറയുന്നത് കേട്ടോളി. ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം, അതിനൊരു വിരോധവും ഇല്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തില്ലേ ഉസ്താദെ? പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. പള്ളി ആയാലും അല്ലെങ്കിലും ജമാഅത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ജമാഅത്തിനും ജുമാക്കും സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പിന്നെന്താണ്, അതിനുവേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ പാടില്ല. എന്തിനാണ് മുസ്ലിയാർ ഈ രൂപത്തിലൊക്കെ തല ചുറ്റി എന്ന ആവശ്യം? വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും മുഅ്മിനാത്തുകളായ സ്ത്രീകൾ ഇസ്ലാമിക വേഷം ധരിച്ച് മഹറമായ പുരുഷന്മാരുടെ കൂടെ ജമാഅത്തും ജമാഅത്തിനും വരുന്നത് അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ കൃത്യമായൊരു സുന്നത്തല്ലേ? അങ്ങ് പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളത് പാടില്ല എന്നും ജനാപത്തുകാരൻ്റെ നിസ്കാരമാണ് സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളിയിൽ നിസ്കരിച്ചാൽ എന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അവിടെ ജുമാക്ക് പങ്കെടുത്താൽ രണ്ടാമത് നിങ്ങൾ 100 നിസ്കരിക്കണം വരെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ജനങ്ങളോട്? അപ്പോൾ ഇപ്പം ഹറമിൽ അവിടെ ജമാഅത്ത് നമസ്കാരത്തിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഹജ്ജും ഉംറയൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ സ്ത്രീകൾ വന്നു പോകുന്നുണ്ട്. അവരൊക്കെ ജമാഅത്തും ജുമാക്കും പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മൂല്യർക്ക് പേരോടിന് ഗണ്ണിക്കാൻ കഴിയില്ല. അപ്പോൾ പേരോട് കണ്ടെത്തുന്ന ഒരു മസലയാണെന്ത് ജുമാക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇനി ബാക്കി മുമ്പ് പറയട്ടെ, കേട്ടോളൂ. രസകരമായ മസലകളാണ്. ജുമാക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത്. ഇത് ജമാഅത്തിന് പുറപ്പെട്ടു പോയതല്ല, ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല. പുറപ്പെട്ടു പോയത് തവാഫിനാണ്. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നടന്നതാണ്. ആ ജമാഅത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം ദീനിന്റെ മസലകൾ, നിയമങ്ങൾ. ബഹുമാനരായ സഹോദരങ്ങളെ, സമസ്തക്കാരെ, നിങ്ങൾ കേട്ടില്ലേ ഈ പേരോട് ഉസ്താദിൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റം, അല്ലെങ്കിൽ പേരോട് ഉസ്താദിൻ്റെ ഈ മസല കളികൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താ അയാൾ പറഞ്ഞത്? ഉരുണ്ട് പറഞ്ഞ് അവസാനം പൊപ്പിച്ച എന്താ, ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാതെ
പുറപ്പെട്ടു പോയത് തവാഫിന് വേണ്ടിയാണ്, പുറപ്പെട്ടു പോയത് ഉംറയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ജമാഅത്ത് നടന്നപ്പോൾ ആ ജമാഅത്തിൽ പങ്കെടുത്താൽ തെറ്റില്ല. ഭയങ്കര മസാലയാണ്. ഇതാ ഞാൻ ആമുഖത്ത് പറഞ്ഞത്. മൗലവിമാരെന്ന് പറഞ്ഞാൽ മസാലകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന ആൾക്കാരാണ്. പണ്ട് ഏതൊരു ചങ്ങായി പിന്നെ പള്ളിയിലായി എവിടെയെന്നറിയില്ല, നല്ലൊരു വിലപിടിപ്പുള്ള പിന്നെ ടോർച്ച്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ടോർച്ച് മറന്നുവെച്ച്. അപ്പോൾ ഈ ടോർച്ച് മറന്നുവെച്ച സമയത്ത് ഇയാളത് പല സ്ഥലത്തും പെരിയിലൊക്കെ തപ്പുന്നുണ്ട്. തപ്പുമ്പോഴൊക്കെ ആർക്ക് കിട്ടിയാലും മോരിയെ കിട്ടുന്നത് പഠിച്ചവൻ, ആർക്ക് കിട്ടിയാലും മോരിയെ കിട്ടുന്നത് പഠിച്ചവൻ, അതിങ്ങനെ തപ്പുണ്ട്. അപ്പോൾ പെരക്കാരത്തി ചോദിച്ചാൽ എല്ലാ മനുഷ്യ നിങ്ങളെന്ത് പറയുന്നത്, ആർക്ക് കിട്ടിയാലും മോരിയൽ കിട്ടരുത് എന്ന് പറയുന്നത്. അല്ല, ആർക്ക് കിട്ടിയാലും അത് തിരിച്ചു കൊണ്ടു തരും. മോലിയർക്ക് കിട്ടിയാൽ മോലിയൽ അത് പാട്ടിലാക്കാൻ ആ കിതാബിൽ ഇങ്ങനെയുണ്ട്, ഈ കിതാബിൽ ഇങ്ങനെയുണ്ട്, ആ മസാല അങ്ങനെയാണ്, അതിനെങ്ങനെയാണ് എന്ന് പറഞ്ഞ് 4-5 മസാലയും പറഞ്ഞ് മൂപ്പരെന്ത് ചെയ്യും, ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. മസാല കൊണ്ട് എങ്ങനെയെങ്കിലും സുന്നത്തിൽ സ്ഥിരപ്പെട്ടൊരു കാര്യം ഇല്ലാതാക്കുക. ഇത് ഞാൻ ഈ മൂപ്പര ഈ മസാല കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാരോ, പണ്ടൊരു ഉപദേശി കോയിറച്ചി കൂട്ടിയൊരു കഥ പറയലുണ്ട്. ഉപദേശി, അതായത് നാട്ടിലൊരു ചങ്ങായി ഉപദേശിക്ക് ആറാൻ്റെ മുതൽ വെക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, അതൊക്കെ ഹറാമാണെന്നൊക്കെ പറഞ്ഞ് വയലറിഞ്ഞത്. അങ്ങനെ ഒരു ദിവസം അയാൾ വയലറിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പം വീട്ടിൽ നിന്ന് അയാൾക്ക് കോഴിയിറച്ചിയാണ്. അപ്പോൾ ഭാര്യയോട് അയാൾ ചോദിച്ചു, അല്ലടി ഞാൻ കോഴിന്ന് വാങ്ങി തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇറച്ചി ഉണ്ടായി, കോഴി ഇറച്ചിക്കറി ഉണ്ടായി ചോദിച്ചു. അത് അയൽവക്കത്ത് കോഴി ഒന്ന് വളരെ ശല്യപ്പെടുത്തി, ആട്ടിയിട്ട് പോയില്ല, ഞാൻ അറുത്തുകാണ്ട് കറി വെച്ചാണ് എന്ന്. അത് അന്യൻ്റെ മുതലാണ്, ഹറാമാണ്, എനിക്ക് വേണ്ട. പെണ്ണുങ്ങൾ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട, വെറുംചോറെന്നോളി പറഞ്ഞു. അങ്ങനെ വെറും പറ്റുന്ന പറഞ്ഞാൽ മൂലയ്ക്ക് നടക്കൂലല്ലോ. അപ്പോൾ പേരുകൊണ്ട മാതിരി മൂലിയർ ഇങ്ങനെ മസാല കണ്ടെത്തി, നല്ല വിശക്കണമുണ്ട്, കോഴിക്കറിനെ മണടിച്ചിട്ടാണെങ്കിൽ മൂപ്പര് ഇരിക്കാനും വയ്യ. അപ്പോൾ മൂലിയർ ചോദിച്ചു പെണ്ണുങ്ങളോട്, അല്ല ഈ കോഴിക്കറി വെക്കാൻ നീ ഉപയോഗിച്ച മല്ലിയും മുളകും ഒക്കെ ആരുതാന്ന് ചോദിച്ചു. അത് നിങ്ങൾ വാങ്ങിക്കൊണ്ടതാണ്. ഓ, അപ്പോൾ എനിക്ക് കറി കൂട്ടാം. അപ്പോൾ കറി ഹലാലാക്കി. അങ്ങനെ കറി ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത സമയത്ത് കഷ്ണം ഇങ്ങനെ വീകാൻ പോയപ്പം കയ്യിലുകൊണ്ട് എന്ത് ചെയ്തു, പെണ്ണുങ്ങൾ തടഞ്ഞു. അപ്പോൾ മൂലിയർ പേരോടിൻ്റെ മാതിരി, തടയണ്ട, സ്വമേധയാ വരുന്ന കഷ്ണവും എനിക്ക് കൂട്ടാം. ഈ പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ പേരോട് പറഞ്ഞത്. പുറപ്പെട്ടു പോകണമെങ്കിൽ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. അവിടെ പോയി ബാങ്ക് കൊടുക്കുമ്പോൾ ജമാഅത്ത് നടന്നാൽ അതിൽ പങ്കെടുക്കാം, തെറ്റില്ല. ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി ഇപ്പം നാട്ടിൽ പുരയിൽ വന്നിട്ടാ മടങ്ങി നിസ്കരിക്കേണ്ടത് അല്ല. മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിലേക്ക് വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ, മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നാ പോണ്ടേ. അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം. എവിടുന്ന് നിസ്കരിക്കും? സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം. പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില്, നാദാപുരം ടൗണില്, കല്ലാച്ചി ടൗണില്, കുറ്റ്യാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്റ്റർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം, അന്യനാട്ടിൽ വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല. അപ്പോ പെണ്ണുങ്ങൾ പൊരേന്ന് പറഞ്ഞു വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട. പൊരേ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, രജിസ്റ്റർ ഓഫീസിൽ വന്നതാ. അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ. നിസ്കാരം കളാക്കാൻ പാടില്ല, അതിന് തെറ്റൊന്നുമില്ല. അവിടെ ആരെങ്കിലും യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാം വേറെ സ്ഥലത്ത് പറയുന്നത് തോന്നുന്നു. അവിടെ മഹല്ലത്തെ ഏതെങ്കിലും പെണ്ണ് നിസ്കരിച്ച ആ നിസ്കാരം അവിടെ തടയാൻ വേണ്ടി ആൾ നിൽക്കുന്നുണ്ട്. തടയാൻ ആൾക്കുണ്ടോ? യാത്രക്കാരികളാണോ അല്ലെങ്കിൽ പരിശോധിക്കാൻ ബസ്സിൻ്റെ ടിക്കറ്റ് മുറിക്കാൻ ഏതെങ്കിലും മുത്താലിം അവിടെ വെക്കുന്നുണ്ടോ? എന്തിനാണ് ഞങ്ങൾ ചക്ക എന്ന് പറഞ്ഞു, നിങ്ങൾ പിലാക്കായി എന്ന് പറഞ്ഞു. സംഗതി എത്ര ഉള്ളൂ അല്ലേ? അപ്പം അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ പ്രമാണങ്ങളിൽ സ്ത്രീകൾക്ക് ജമാഅത്തിനും വരൽ തടയപ്പെടേണ്ട കാര്യമില്ല. അത് ഹറാമല്ല, അത് പുണ്യകർമ്മം തന്നെയാണ്. അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന പ്രതിഫലം പോലെ തന്നെ ജമാഅത്തിന് വന്നാലും അവർക്ക് 27 പ്രതിഫലം കിട്ടും. മാത്രമല്ല ശറഈയായ ഇൽമിന് വേണ്ടി ജുമാഅക്ക് വരൽ റസൂലിൻ്റെ കാലത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ ഇത്തികാഫിരിക്കലും ഒക്കെ അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ സത്യത്തെ നിങ്ങൾ തമസ്കരിച്ചിട്ട് കാര്യമില്ല. ഈ സമുദായത്തിൻ്റെ അഗ്നിയെ ചൂഷണം ചെയ്ത് ഇപ്പോഴും ഈ ഖുറാഫാത്തുകളിൽ നിങ്ങൾ കെട്ടിത്തിരിക്കുകയാണ്.
സ്വലാത്ത് നഗറുകളും പല മജ്ലിസിലും ആണും പെണ്ണും മോരും മുരതയും കലരണ പോലെ ഒന്ന് കൂടിപ്പോണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു അറാമുമില്ല, ഹിജാബിൻ്റെ ആയത്തുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇസ്ലാം പഠിപ്പിച്ചു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓരോ വക്ത് ജമാഅത്തിന് വരുന്ന സ്ത്രീകളും ജുമാക്ക് വരുന്ന സ്ത്രീകളും പള്ളിയിൽ ധാർമ്മികത്വം വഹിക്കുന്ന ഖത്തീബിനും നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന പിന്നെ ഇമാമിനും ഓരോ വക്തിനും നിങ്ങൾ വരുമ്പോൾ 5 രൂപ വീതം കൊടുക്കേണ്ടതാകുന്നു, അല്ലെങ്കിൽ ഒരു 1/2 ദിർഹം നിങ്ങൾ കൊടുക്കേണ്ടതാകുന്നു എന്നൊരു ഹദീസുകൾ കാണിച്ചു കൊടുത്തോക്കാണ്. മൂല്യന്മാർ പറയും പെണ്ണുങ്ങൾ വന്നോട്ടെ, നിസ്കരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓലെ പള്ളി ഉദ്ഘാടനത്തിന് നിങ്ങൾക്ക് ഓലെ ഫാന് വേണം, കാർപ്പറ്റ് വേണം, മുസല്ല വേണം, ഓലെ പിരിവ് വേണം, പൈസ വേണം. അന്ന് പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി നിങ്ങൾ വലിയ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് പെണ്ണുങ്ങൾക്ക് ക്ലെയിലായിട്ട് വന്ന് പള്ളിയുടെ ഉള്ളിൽ കാണാനൊക്കെ അനുവാദം കൊടുക്കും. എന്നിട്ട് പാത്തമ്മൂൻ്റെ മുസല്ല, ആമിനക്കുട്ടിൻ്റെ ഫാന്, പിന്നെ ആയിഷക്കുട്ടിൻ്റെ ഇൻവെർട്ടർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിച്ച് പിന്നെ ദ്വാ ചെയ്യും, കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ടോ ഒരു നിസ്കരിക്കാൻ വന്നങ്ങൾ അയക്കൂല. ആകെ ഓരോ പള്ളികളിൽ കയറ്റുള്ള മയ്യത്ത് അയച്ച് മൂക്കിലും അഞ്ഞച്ച് താട കെട്ടി കഫം പുടവ ചെയ്ത് പള്ളികളിൽ കൊണ്ടുവരും. അപ്പോഴേ ഓർക്ക് അനുവാദമുള്ളൂ. നിങ്ങളെപ്പോലെ ക്രൂരന്മാർ ആരാണുള്ളത്? സഹോദരങ്ങളെ, സത്യം ഉൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നെ പൗരോഹിത്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ തിരിച്ചറിയാനും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രമാണങ്ങളിലേക്ക് കടന്നു വരാനും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രബലമായ മതമാണെന്നും അതിലൊരിക്കലും കുടിശ്ശിതകളില്ല എന്നും, എന്നാൽ ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച് മഹാനായ പുരുഷന്മാരുടെ കൂടെ വരാതെ പള്ളിക്കുള്ളിലേക്ക് അനിസ്ലാമിക വേഷം ധരിച്ചോ സുഗന്ധം പൂശിയോ വന്ന് അനാവശ്യമായ രൂപത്തിലേക്കാണെങ്കിൽ ആയിഷാദാൻ പറഞ്ഞ പോലെ റസൂൽ തടയുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിൽ വരാനും പാടില്ല. എന്നാൽ ലോകത്ത് എല്ലായിടത്തും പ്രഗത്ഭമായ 3 പള്ളികളിലും മറ്റുള്ള പള്ളികളിലും ഒക്കെ തന്നെ പിന്നെ അതാത് ഭാഷകൾ ഖുതുബ നിർവഹിക്കുന്നുണ്ട്. സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും വരുന്നുണ്ട്. മയ്യത്തസ്കാരത്തിന് വരുന്നുണ്ട്. ഈദ്ഗാഹ് മുസല്ല എന്ന് പറഞ്ഞിട്ട് മഴയുള്ള കാലത്ത് നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ വരുന്നുണ്ട്. ഇതിനൊന്നും ഒരു തെറ്റുമില്ല. ഇതൊക്കെ പകൽ വെളിച്ചം പോലെ സത്യമാണ്. നിങ്ങൾ കണ്ണടച്ചിരുന്നാലും നിങ്ങളിത് കൂട്ടിക്കെട്ടി ഒതുക്കാൻ ശ്രമിച്ചാലും ഇതെല്ലാം ജനങ്ങൾ അറിയും. അള്ളാഹു തആല ആളുകൾക്ക് സത്യം മനസ്സിലാക്കി തൗഹീദിലേക്ക് കടന്നു വരാനും സുന്നത്തുൽ രൂപത്തിൽ പ്രവർത്തിക്കാനും സ്വഹാബത്തിൻ്റെ ഭാര്യമാരും അവരുടെ മക്കളും ഇസ്ലാം എങ്ങനെ കൊണ്ടു നടന്നോ അങ്ങനെ കൊണ്ടു നടക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.